ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ടൈപ്പ് എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആശയത്ത് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനിലാണ്. അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഒരു പ്രൊജക്റ്റ് ആണ്. ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫോട്ടോ മാത്രം ചേഞ്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിന് യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത പോലെ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന 8-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് 3Dയിലാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൈഡിൽ കാണുന്ന ക്യാമറ എനേബിൾ ചെയ്യാവുന്നത് 3Dയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രം മതി. നമുക്ക് ആ ഫോട്ടോ PNG ഫോട്ടോ ആയിട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ഇന്ന് ഡയലോഗുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ടൈം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓരോ ഇലയിലും ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെസ്റ്റ് വേണ്ടവർക്ക് ചേഞ്ച് കൊടുക്കുക. ഇവിടെ ബ്രദറിന് കൊടുത്തിട്ടുണ്ട്. ബ്രദറിന് മാറ്റിയ ശേഷം നിങ്ങളുടെ റിലേറ്റീവിൻ്റെ അതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല പേര് വേണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ റൈറ്റ് സൈഡിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഫോട്ടോസുകൾ സെയിം ഫോട്ടോ തന്നെയാണ് ആഡ് ഒഴിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫോട്ടോ മാത്രം മതി. ആദ്യം നമുക്ക് ഇത് PNG ഫോട്ടോ എങ്ങനെ ആക്കുന്നത് പറഞ്ഞുതരാം. എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഗാലറി ചെന്ന ശേഷം നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 3ാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നത് നമുക്കിത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. PNG ഫോട്ടോ എന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതായിട്ട് ഫോട്ടോ ലഭിക്കുന്നതാണ്. അത് മുകളിൽ എക്സ്പോർട്ടർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അത് സേവ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോ ആദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ ഫോട്ടോ ലെയർ കൊടുത്തിട്ടുണ്ട്. സോങ്ങിൻ്റെ ലെയർ കഴിഞ്ഞിട്ട് 3ാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്യുക. ആ ലെയർ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ലെയർ ആണെന്ന് ഇങ്ങനെ ഹൈഡ് നോക്കാൻ മതി. ഫോട്ടോ തന്നെ റിമൂവ് ആയി പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ ലെയർ ആണെന്ന് മനസ്സിലാകുന്നതാണ്. അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഗാലറി ചെല്ലുന്നത് നമ്മൾ PNG ഫോട്ടോ ആക്കിയിരിക്കുന്നത്. അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡ് നോക്കുന്ന എല്ലാ ടെക്സ്റ്റും കാണാൻ പറ്റുന്ന നോക്കുക. ഇവിടെ നമുക്ക് എവരി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുന്നത് ടൈം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം 3-ാം ക്ലാസ് ഉപയോഗിച്ചിട്ട് ഫോട്ടോയുടെ സൈസ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. 3-ാം ക്ലാസ് ഉപയോഗിക്കുക. അതിനുശേഷം 3ാമത്തെ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ടൈം കാണുന്ന രീതി വെക്കുക. കാണുന്നുണ്ടല്ലോ? ഇപ്പോൾ ടൈം കാണുന്ന രീതി കുറച്ച് ചെറുതായി കൊടുക്കുക. സൂം ഔട്ടാക്കി കൊടുത്താൽ മതി. ടൈം കാണുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ റൈറ്റ് ലാഗ് ചെയ്യുക. IC കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കാണുന്നുണ്ടോ നോക്കുക. U കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കാണുന്നുണ്ടല്ലോ? ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാത്തത് നോർമൽ ഫോട്ടോ. ആ സെയിം ഫോട്ടോ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഫോട്ടോ. ടൈം നോക്കുക. 11 സെക്കൻഡ് 30 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഫോട്ടോ ആഡ് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഫിറ്റ് താഴെ കാണുന്നുണ്ടല്ലോ. ഫിറ്റ് സെലക്ട് കൊടുക്കുക. ഫിറ്റ് സെലക്ട് കൊടുക്കുക. എല്ലാത്തരം ഫിറ്റ് വേണം. സെലക്ട് കൊടുക്കുക. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക. ഒരു സ്ഥലത്ത് കൂടി നമുക്ക് ഈ സെയിം ഫോട്ടോ തന്നെ ആഡ് കൊടുക്കേണ്ടത് കുറച്ച് പ്ലേ ചെയ്യുന്നത് അടുത്ത ബീറ്റ് മാർക്ക് അതായത് റെഡ് ലൈൻ കാണാൻ സാധിക്കും. കാണുന്നുണ്ടോ? 17 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് എന്നിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക.
കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക. ഗാലറി ചെയ്യുന്നത് നോർമൽ അയക്കുന്ന ഫോട്ടോ, അതായത് നോർമൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിറ്റ് സെലക്ട് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. സേവ് ചെയ്യേണ്ട മുകളിൽ കടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.